ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 39ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും നാളുകൾക്ക് മുൻപ് വാഗമണ്ണ് മൗണ്ട് നെബോ ആബാ ഭവനത്തിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ പൈശാചികമായ ഇരയായിട്ട് പീഡ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരികയുണ്ടായി. അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ ഒരു ദിവസം ഞങ്ങൾ ശുശ്രൂഷകരെല്ലാവരും കൂടി അവളെയും വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അവൾ ആ സമയത്ത് പൈശാചികമായ ആ ഒരു നിയന്ത്രണം വിട്ട് ഫ്രീ ആയിരിക്കുന്നൊരവസരമാണ്. പൈശാചിക ആവാസത്തെ പറ്റി അറിയാമല്ലോ. ആവാസമുള്ള വ്യക്തികൾ എപ്പോഴും ആവാസത്തിൽ അടിപ്പെട്ടായിരിക്കണമെന്നില്ല. കഫർനാമിലെ സെനഗോഗിൽ മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ അശുദ്ധാത്മ ബാധിച്ചാലുണ്ടായിരുന്നു. അയാൾ സാബത്തിൻ്റെ സെനഗോഗിൽ പ്രാർത്ഥിക്കാനായിട്ട് എത്തി. അന്ന് അവിടെ ആ സാബത്ത് ദിവസം പ്രാർത്ഥനയിൽ ഈശോ എവിടെയുണ്ട്. ഈശോ പഠിപ്പിച്ചു, അധികാരത്തോടെ പഠിപ്പിച്ചു. അപ്പോൾ ആ വ്യക്തിയിലുള്ള അശുദ്ധാത്മാവ് അലറി. അപ്പോൾ അതുവരെ അലറിയില്ല. അതുവരെ നോർമലായിട്ട് വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളുടെ കൂടെ വന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ആ സെനഗോഗിലെ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുകയായിരുന്നു ആ യുവാവ് അല്ലെങ്കിൽ ആ മനുഷ്യൻ. അപ്പോൾ ഈ പൈശാചിക അരൂപി ഉള്ള വ്യക്തികൾ എപ്പോഴും അത് വെച്ച് ബഹളം വെക്കണമെന്നില്ല. ആത്മാവ് വെളിപ്പെടണമെന്ന് നിർബന്ധമില്ല. ആത്മാവ് വെളിപ്പെടുന്നത് ആത്മീയമായ സാഹചര്യം ചുറ്റുപാട് നിറയുമ്പോൾ അത് സഹിക്കാൻ മേലാതെ പൈശാചിക അരൂപി വെളിപ്പെട്ട് അപ്പോഴാണ് പലപ്പോഴും ശുശ്രൂഷ മേഖലയിൽ അവയെ ഇറക്കി വിടാനുള്ള വഴി നമുക്ക് തുറന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ചെറിയ ചാപ്പലിൽ ഇങ്ങനെ ഒരു 8-10 പേരാണുള്ളത്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുണ്ട്, മറ്റു ശുശ്രൂഷകരുണ്ട്. ആ പെൺകുട്ടി കുർബാനയെ സംബന്ധിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ കുർബാനയ്ക്ക് തിരുവസ്ത്രം അണിഞ്ഞ് അടുത്താരെ വന്ന് പ്രാരംഭ ഗാനമൊക്കെ പാടിയിട്ട് കുർബാന ആരംഭിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഈ പെൺകുട്ടിയിലെ പൈശാചിക അരൂപി വെളിപ്പെട്ടു. അവളെ ഉരുട്ടി മറിച്ച് നിലത്ത് വീഴിച്ചു. അവൾ ബഹളം വെക്കാൻ തുടങ്ങി. ഉടനെ മാതാപിതാക്കളും മറ്റു ശുശ്രൂഷകരും കൂടി അവളെ ബലമായിട്ട് അവിടെ പിടിച്ച് ഇരുത്തി ഇങ്ങനെ ആ കുർബാനയിൽ അവളെ സംബന്ധിപ്പിച്ചുകൊണ്ട് ആ വെളിപ്പെട്ട അരൂപി ഇറക്കി വിടാനായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ കുർബാന ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ഈ അരൂപി ഇങ്ങനെ വെളിപ്പെട്ടിട്ട് വിളിച്ചു പറയുന്നൊരു കാര്യം അവൾ പറയാണ്. ആ അരൂപി പറയുകയാണ് അവളിലൂടെ, ഇവിടെ മുഴുവനും സ്വർഗം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്വർഗം വന്ന് നിറയുകയാണ്. ഇവിടെ മാലാഖമാരും എല്ലാം ഇവിടെ വന്ന് നിറയും. എനിക്കിവിടെ നിൽക്കാൻ പറ്റുകയില്ല. എന്നെ ഇവിടുന്ന് മാറ്റിക്കൊണ്ടുപോകും. ഇങ്ങനെ പറഞ്ഞാണ് കിടന്ന് ബഹളം വെക്കുന്നത്. സ്നേഹമുള്ളവരെ, കുർബാന അർപ്പിക്കുന്നത് സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന അവസരമാണ്, അനുഭവമാണ് എന്നൊക്കെ ദൈവശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഭൂതോച്ചാടന അനുഭവങ്ങൾ ഇവിടെ കടന്നു പോയപ്പോൾ യഥാർത്ഥത്തിൽ കുർബാന അർപ്പിക്കാനായിട്ട് നമ്മൾ ആരംഭിക്കും. അടുത്താരയ്ക്ക് പ്രവേശിക്കുമ്പം അവിടെ അച്ഛൻ കടന്നു വരുന്നു, തിരുവസ്ത്രം കാണിഞ്ഞിട്ട് കപ്പ്യാർ വരുന്നു, ശുശ്രൂഷകർ വരുന്നു, കായകസംഘം റെഡിയായിട്ട് നിൽക്കുന്നു, ആൾക്കാർ വെള്ളം നിറച്ച് നിൽക്കുന്നു. അങ്ങനെ ആരംഭിക്കുമ്പം ഇത്രയും പേര് മാത്രമല്ല അവിടെ സന്നിഹിതരാകുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സ്വർഗം മുഴുവനും ഓരോ കുർബാനയിലും സന്നിഹിതമാവുകയാണ്. നമ്മുടെ സീറോ മലബാർ കുർബാന എത്രയോ പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു സൂചന, ഈ ഒരു യാഥാർത്ഥ്യ സൂചന നമ്മൾ കാണുന്നത്. ശുശ്രൂഷയുടെ ആഹ്വാനം നമ്മൾ കേൾക്കുന്നില്ലേ? ഇപ്പോൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ഹൃദയപൂർവ്വം ചിന്തിക്കും, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. കർത്താവിൻ്റെ സിംഹാസനം ഇതാ ഇവിടെ, അത് അൾത്താരയാണ്. സ്വർഗം അവിടെ വന്നിരിക്കും, സ്വർഗസിംഹാസനമുണ്ട്. അതിന് ചുറ്റും ശ്രാപ്പേന്മാർ, ക്രോപേന്മാർ ഇങ്ങനെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അത് ധ്യാനിക്കാൻ പറയുകയാണ്. അത്യുന്നതങ്ങളിൽ കണ്ണുകൾ ഉയർത്തുവിൻ എന്ന് പറഞ്ഞ ആഹ്വാനം നമുക്ക് കാണാം. അച്ഛന് വിശുദ്ധ കുർബാന മുറിച്ചുകൊണ്ട് വിഭജന ശുശ്രൂഷ നടത്തുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടിനകത്ത് ക്രോബേ ശ്രാപ്പന്മാർ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ വീക്ഷിക്കുന്നു, തിരുശരീര രക്തങ്ങൾ വിഭജിക്കുന്ന വൈദികനെ അവർ ഇങ്ങനെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പാടുന്നുണ്ട്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ഒരു കുർബാന അർപ്പിക്കുന്നവർക്ക് സ്വർഗം നിറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറയുകയുണ്ടായി, ഒരു വീട്ടിൽ പൈശാചികമായ സ്വാധീനവും തിന്മയുടെ ഒത്തിരി ഉപദ്രവ അടയാളങ്ങളും അനുഭവങ്ങളും ഉള്ള ഒരു വീട്ടിൽ കുർബാന അർപ്പിച്ചപ്പോഴുണ്ടായപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഇത് നമുക്ക് കുർബാന അർപ്പിക്കും മാത്രമല്ല പ്രാർത്ഥന നടക്കുന്ന ഏതൊരു അവസരത്തിലും ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ താബോർ മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന രംഗം നമുക്കറിയാമല്ലോ. ആ രംഗം നമ്മൾ വായിക്കുമ്പോൾ ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 28 മുതൽ തിരുവചനങ്ങളിൽ ഈശോ പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെയും കൂടി പ്രാർത്ഥിക്കാനും മലയിലേക്ക് പോയി. നമുക്കറിയാം ഈശോ 3 അപ്പസ്തലന്മാരെയാണ് കൊടുത്തി കൊണ്ടുപോകുന്നത്. പക്ഷെ പ്രാർത്ഥന അവിടെ നടക്കുമ്പോൾ സുവിശേഷകന്മാർ കൃത്യമായിട്ട് പറയുകയാണ്, അവിടെ ഈശോ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാത്ത വേറെ 3 പേരും കൂടി അവിടെ ഉണ്ട്. ആരാണത്? മോശ, ഏലിയ, പിന്നെ
ഒരു മേഘത്തിൽ പിതാവായ ദൈവം കടന്നു വരുന്നു, പിതാവായ ദൈവം സംസാരിക്കുന്ന അനുഭവം. അപ്പോൾ 3 പേര് കാണപ്പെടുന്നവരെ ഈശോ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പ്രാർത്ഥനയിൽ കാണപ്പെടാത്ത 3 പേര് സാന്നിധ്യം തരികയാണ്. അപ്പോൾ ഒരു കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ മാത്രമല്ല, ഒരു പ്രാർത്ഥനയുടെ അവസരത്തിലും നമ്മൾ എത്ര പേരെ പ്രാർത്ഥിക്കുന്നുള്ളതല്ല, ആ സമയത്തോടെ സ്വർഗത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. മോശയും ഏലിയായും വിശുദ്ധരും ദൈവ സാന്നിധ്യം, അങ്ങനെ ആ താബോർ മല വിശുദ്ധ മലയായിട്ട് മാറുകയാണ്. നമ്മൾ എവിടെ, ഏതൊക്കെ വീട്ടിൽ, ഏതൊക്കെ സ്ഥലത്ത്, ഏതൊക്കെ വ്യക്തികൾ ഒറ്റയ്ക്കോ ഒരുമിച്ചോ ഒക്കെ പ്രാർത്ഥിക്കാൻ ഉള്ളു തുറക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സാന്നിധ്യം അവിടെ വരികയാണ്. അതല്ല ഈശോ കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. മത്തായി 18 നമ്മൾ വായിക്കുന്നുണ്ട്, 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും. എത്ര മനോഹരമാണത്. അപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എന്തെങ്കിലും തിന്മയുടെ സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ തിന്മ പതിയുന്നു, പൈശാചികമായ അരുവികൾക്ക് അവിടെ അവകാശം കിട്ടുന്നു, അശുദ്ധമായി തീരുന്നു, അതിൻ്റെതായ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന് മറുവശം എന്താണ്? നമ്മൾ ആ ഭവനങ്ങളിൽ, ആ സ്ഥലത്ത് പ്രാർത്ഥനയും ദൈവസ്തുതിപ്പുമായിട്ട് നീങ്ങാൻ തയ്യാറാണെങ്കിൽ അവിടെ സ്വർഗം തുറന്നിറങ്ങി വരും. നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ഏസാവിൻ്റെ പ്രതികാരത്തെ പേടിച്ച് അമ്മ പറഞ്ഞതനുസരിച്ച് ലാബാൻ്റെ പക്കൽ അമ്മയുടെ വീട്ടിലേക്ക് ഒളിച്ചോടുന്ന രംഗമുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ വായിക്കുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, ബേർശേബയിൽ ഹാരാനിലേക്ക് പുറപ്പെട്ടു. വൈകുന്നേരം അവന് വഴിക്ക് ഒരിടത്ത് തങ്ങി. രാത്രി അവിടെ ഒരു കല്ലെടുത്ത് അരക്കി വെച്ച് കിടന്നുറങ്ങി. രാത്രി ദർശനമുണ്ടാവുകയാണ്. ഒരു സ്വർഗത്തിൽ നിന്നൊരു ഗോപണി പോലെ ഇങ്ങനെ ഇറങ്ങി വരുന്നു, മാലാഖമാർ ഇറങ്ങി വരുന്നു, കയറി പോകുന്നു. അത് അനുഭവങ്ങൾ കാണുകയാണ്. നേരം എടുത്തപ്പോൾ യാക്കോബ് പറയാണ്, കർത്താവിന് സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഞാനത് അറിഞ്ഞില്ലല്ലോ. ആ കല്ലെടുത്ത് നേരെ വെച്ച് അവിടെ ഇങ്ങനെ പ്രാർത്ഥന അത് നടത്തുകയാണ്. ആ സ്ഥലത്തിന് അദ്ദേഹം നേരത്തെ എൻ്റെ പേര് ലൂസ് എന്നായിരുന്നുവെന്നും അദ്ദേഹം അതിന് ബഥേൽ എന്ന് പേരിട്ടുവെന്നും 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബഥേൽ, ദൈവത്തിൻ്റെ ഭവനം. ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങി എന്നേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്ഥലം ലൂസ് എന്നായിരുന്നു എന്നുള്ളതും അതിന് ബഥേൽ എന്ന് പേര് ഉണ്ടായി, അല്ല പേരിട്ടുവെന്നുള്ളത് പിന്നീട് പറയുകയാണ്. ഈ സംഭവത്തിൽ വിവരിക്കുമ്പോൾ യാക്കോബ് യാത്രാമത്തെ ഒരിടത്ത് കടന്നുറങ്ങി. പക്ഷെ ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബഥേൽ എന്ന് പറഞ്ഞ് പരാമർശിച്ചു. ദൈവത്തിൻ്റെ ഭവനം, ബേത്ത് ഏൽ, ബേത്ത് ഭവനം, ഏൽ ദൈവം, ദൈവത്തിൻ്റെ ഭവനം, ദേവാലയം. അവിടെ എങ്ങനെ ദേവാലയമായി മാറിയത്? അതേപോലെ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അബ്രാഹത്തിന് ദൈവത്തിൻ്റെ വിളി കിട്ടി, അബ്രാഹം എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെടുന്ന അദ്ദേഹം ഈ ബഥേലിൽ വന്ന് അവിടെ ദൈവത്തിന് ബലിപീഠം പണിത് ബലി അർപ്പിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അബ്രാഹം പോയ വഴിക്ക് എല്ലാം ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ബലിപീഠം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അദ്ദേഹം ബഥേലിൽ വന്നപ്പോൾ അവിടെ അതിൻ്റെ കിഴക്ക് വശത്തായിട്ട് ബലിപീഠം പണിത് ദൈവത്തിന് ആരാധന അർപ്പിച്ചു. പിന്നെ അബ്രാഹം അവിടുന്ന് പോയി. പക്ഷേ അതുമുതൽ ആ സ്ഥലം ഒരു ദൈവ സാന്നിധ്യമുള്ള സ്ഥലമായിട്ട് മാറി. ഇത് യാക്കോബ് അറിയുന്നില്ല. അദ്ദേഹം പിന്നീട് നാളുകൾക്ക് ശേഷം ആ വഴി കടന്നു പോകുമ്പോൾ അവിടെ കിടന്നുറങ്ങാൻ ഇട വന്നു. പക്ഷെ ആ ഉറക്കത്തിൽ അദ്ദേഹം സ്വപ്നം കാണുകയാണ്, തിരിച്ചറിയുകയാണ്, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞില്ലല്ലോ. ബഥേൽ, ആ പേര് യാക്കോബ് ഇട്ടതായിരിക്കാം, നേരത്തെ ഇട്ടതായിരിക്കാം. പക്ഷേ പേര് വന്നതിൻ്റെ കാരണം പഴയ പേര് ലൂസ് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനമായിട്ടത് മാറി. എങ്ങനെ? അബ്രാഹാം അവിടെ ബലിയർപ്പിച്ചപ്പോൾ ഒരു ദൈവിക വ്യക്തി യാക്കോബ് അവിടെ കിടന്നുറങ്ങിയപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. കാരണം യേസാവിൽ നിന്ന് രക്ഷപ്പെട്ടു അതിന് ഓടുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മ റെബേക്ക പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പൂർവ്വപിതാവായ യാക്കോബ് പോകുന്ന ദൈവസാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമുള്ള വ്യക്തി കിടന്നുറങ്ങിയ സ്ഥലം അബ്രാഹത്തിൻ്റെ ബലി വിശുദ്ധിക്കപ്പെട്ട് വീണ്ടും വിശുദ്ധി നിറഞ്ഞു സ്വർഗം തുറന്ന് ഇറങ്ങി വരികയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വചനഭാഗങ്ങളെല്ലാം കാണിക്കുന്നത് നമ്മൾ കുർബാന അർപ്പിക്കുന്ന ഒരു ദേവാലയത്തിൽ ദൈവസാന്നിധ്യം ഓരോ പ്രാവശ്യവും നിറയുകയാണ്. കുർബാന സംബന്ധിക്കുന്ന നമ്മൾക്ക് ദൈവസാന്നിധ്യം വന്നറിയുകയാണ്. ഇത് മാത്രമല്ല, താബോർ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അവിടെ സ്വർഗം തുറന്ന് ദൈവസാന്നിധ്യം ഉണ്ടായി. നമ്മൾ ഏത് മലമുകളിൽ, ഏത് വിജന സ്ഥലത്ത്, ഏത് ഭവനത്തിൽ, ഏത് പറമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒരുപെടുന്നുവോ തയ്യാറാകുന്നു, അവിടെ ദൈവസാന്നിധ്യം വരും. അബ്രാഹാം ബലിയർപ്പിച്ചപ്പം യാക്കോബ് കിടന്ന് ഉറങ്ങിയെടുത്ത് പോലും ദൈവസാന്നിധ്യം. നമുക്കങ്ങനെ നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ പരിസരങ്ങളെയും എല്ലാം നമുക്ക് വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം, സഹവാസ, സഹായ സംരക്ഷണവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ഭവനങ്ങളോടും പെരുമാറ്റ മേഖലയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.